ഷഫീദ്, ഇപ്പോൾ ഇതിലൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ കുറേ ആളുകൾക്ക് വിറ്റിട്ടുണ്ട്, സ്വർണം ഉരുക്കി വിറ്റു എന്ന് പറയുകയാണ്. അതായത് ഇത് ആർക്കാണ്, ആരിലേക്കാണ് പോയത് എന്നതിൻ്റെ സംശയങ്ങൾ, ബംഗളൂരുവിൽ കൊണ്ടുപോയി മറിച്ചു വിറ്റു എന്നൊക്കെയുള്ള നിഗമനങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് കള്ളക്കളി നടന്നിട്ടുള്ളത് എന്നതിൻ്റെ അന്വേഷണം പോകേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറച്ചുകൂടി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ തരത്തിൽ ഇതിൽ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ടോ, കമ്മീഷൻ കിട്ടിയിട്ടുണ്ടോ ഉദ്യോഗസ്ഥർക്ക് എന്ന സംശയം, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉണ്ട് എന്ന് കരുതണമോ? അനുജ, ഉറപ്പായിട്ടും. കാരണം അതിൽ ഒരു ഗൂഢ ആലോചന, അതല്ലെങ്കിൽ ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ദേവസ്വം വിജിലൻസ് ഉറപ്പിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം നടത്തിയ ഇടപാടായി ദേവസ്വം വിജിലൻസ് കാണുന്നില്ല. ശബരിമലയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥ സംഘം ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായമായി ഉണ്ടായിരുന്നു. അവർക്ക് കമ്മീഷൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ശാസ്ത്രീയ പരിശോധന നടത്തി കണ്ടെത്തണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് വിജിലൻസിന്റെ കണ്ടെത്തലിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് സ്വർണ്ണങ്ങൾ ബാംഗ്ലൂരിലടക്കം ചില ആളുകൾക്ക്, അത് ആളുകളുടെ പേരടക്കമുള്ള കാര്യങ്ങൾ, അത് ഒരു കോൺഫിഡൻഷ്യൽ സ്വഭാവത്തിലാണ് കോടതിയിൽ കൈമാറിയിട്ടുള്ളത്. അക്കാര്യം ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്വർണം മറ്റൊരു രൂപത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളിൽ SITയുടെ അന്വേഷണം വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, അതായത് ഒരു പക്ഷേ ഇപ്പോൾ ഈ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പമ്പ പോലീസ് ആയിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും പ്രതി ചേർത്ത് പമ്പ പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഒരു FIR രജിസ്റ്റർ ചെയ്യും. അതിനുശേഷമായിരിക്കും SIT അന്വേഷണ സംഘം അവരുടെ കേസ് നടത്തിപ്പടക്കമുള്ള കാര്യങ്ങൾ, അന്വേഷണം നടത്തിപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തുക. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആദ്യഘട്ട വിവരമനുസരിച്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷം ചെന്നൈ, ബാംഗ്ലൂർ, ശബരിമല, അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് അടക്കം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ അന്വേഷണം നടക്കും. ഈ തങ്കവാതിലടക്കമുള്ള കാര്യങ്ങൾ, ആ തങ്കവാതിൽ ഘോഷയാത്ര അടക്കമുള്ള നടത്തിയ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ അന്വേഷണം നടത്താനാണ് നിലവിൽ ഇപ്പോൾ SIT സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ശബരിമലയിൽ രാഷ്ട്രപതി വരികയാണ്. ഒരുപക്ഷെ രാഷ്ട്രപതി വന്ന് നാളെ രാഷ്ട്രപതി വന്ന് പോയതിനു ശേഷം അവിടെ പ്രത്യേക സംഘം എല്ലാവരും ഒരേ സമയം എത്തി ഒരു പരിശോധന അടക്കമുള്ള കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. അനുജ, വിദഗ്ധമായി തന്നെ ഇതിൽ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ആ കാര്യങ്ങളാണ് ഇനി കൂടുതൽ അന്വേഷിക്കാൻ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും? കേസെടുത്ത് ഉള്ള അന്വേഷണത്തിലേക്ക് പോവുകയാണ്. അത് ആ തരത്തിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ്. കോടതിയുടെ കൂടി ഒരു നിരീക്ഷണത്തിലാകും ഇതിൻ്റെ അന്വേഷണം നടക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഷഫീദ്, അനുജ, DGPയെ കൂടി കോടതി കക്ഷി ചേർത്തൊരു സാഹചര്യത്തിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഏജൻസി അല്ലെങ്കിൽ പോലീസോ ക്രൈംബ്രാഞ്ചോ എന്ന പ്രത്യേക സംഘമോ എന്ന രീതിയിലായിരിക്കില്ല ഇതിൻ്റെ അന്വേഷണം പോകുന്നത്. പകരം ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന ഒരു അന്വേഷണമായി നമുക്കിതിനെ കാണാൻ കഴിയും. കാരണം ഇക്കാര്യത്തിൽ 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ കൊടുക്കണം. ഹൈക്കോടതി ഒരു സമയപരിധി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് വിവരം പങ്കുവെക്കരുത്, അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്നതടക്കം പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതൊരു വിശ്വാസ പ്രശ്നം കൂടി ആയതുകൊണ്ടാണ് ഹൈക്കോടതി ആ രീതിയിൽ വിവരങ്ങൾ പുറത്തു പോകരുത് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത്. കാരണം SITയുടെ അന്വേഷണത്തിൽ ഒരുപക്ഷെ കൂടുതൽ പേരുകൾ, കൂടുതൽ ഉദ്യോഗസ്ഥ ഇടപെടലുകൾ, കൂടുതൽ ശബരിമലയുടെ വളരെ പ്രധാനപ്പെട്ട സുപ്രീം പോസ്റ്റുകളിലൊക്കെ ഇരുന്ന ആളുകളുടെ ഇടപെടലടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. അതൊക്കെ കോടതിക്ക് മുൻപിൽ എത്തിയ ശേഷം മാത്രം പുറത്തേക്ക് വന്നാൽ മതി എന്നുള്ളൊരു കഠിനമായിട്ടുള്ള തീരുമാനം കോടതിയെ സംബന്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സച്ച് എ കോൺഫിഡൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിൽ തന്നെ കോടതി ഇതിനെ കാണുന്നത്. ഏതായാലും SIT സംഘം ആദ്യം ഒരു FIR രജിസ്റ്റർ ചെയ്യും. നിലവിൽ ഇപ്പോൾ ഒരു പ്രത്യേക സംഘമായി, കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമായതുകൊണ്ട് തന്നെ ആ ക്രൈം ഒക്കർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത്, അത് ഏത് പോലീസ് സ്റ്റേഷൻ, അതൊരു പക്ഷേ സന്നിധാനം പോലീസ് സ്റ്റേഷൻ പരിധിയാണെങ്കിൽ കൂടി അത് ആക്റ്റീവ് പോലീസ് സ്റ്റേഷൻ എന്ന രീതിയിൽ പമ്പ പോലീസ് സ്റ്റേഷനാണ് ഇപ്പോഴുള്ളത്. അങ്ങനെയാണെങ്കിൽ പമ്പ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യും. അതിൽ ഒന്നാം പേരുകാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 2, 3, 4, 5 അങ്ങനെ ആ നിര എത്രത്തോളം നീളുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ കൂടുതൽ പേരുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ തവണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മുരാരി ബാബുവും അതേപോലെ തന്നെ ബൈജു അടക്കമുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇപ്പോൾ ശബരിമലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരുന്ന ജയശ്രീ എന്ന് പറയപ്പെടുന്ന ആള് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ അവരുടെ പേരുണ്ട്. സ്വാഭാവികമായും അത്തരം ആരെയൊക്കെ ഉൾപ്പെടുത്തണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് SIT സംഘമായിരിക്കും തീരുമാനിക്കുക. ലോ ആൻഡ് ഓർഡർ ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധന ഉണ്ടാകും. സംസ്ഥാനത്തിന് പുറത്തടക്കം പരിശോധന നടത്തണം. കൃത്യമായ ഒരു ടൈം ബൗണ്ട് അക്കാര്യത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ SIT ആക്റ്റീവായി പ്രവർത്തനം ആരംഭിക്കും.
ശബരിമലയിലെ പരിശോധന മാത്രം ഒരുപക്ഷേ ഈ രാഷ്ട്രപതി വന്നു പോയതിനു ശേഷം മാത്രമായിരിക്കും നടത്തുക. മറ്റു പരിശോധനകൾ അതുമാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഈ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ നിന്ന് ഡയറക്റ്റ് അന്വേഷണ സംഘം കൈപ്പറ്റിയാൽ മതി എന്ന് കോടതി പറയുമ്പോൾ അത് ആ രീതിയിൽ കോൺഫിഡൻഷ്യൽ സ്വഭാവത്തിലായിരിക്കും ഇനി ആ അന്വേഷണം പോവുക. അനുജ, വിജിലൻസ് റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. ഈ സ്വർണം അത് ഉരുക്കി വിറ്റിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ. ബാക്കി കുറച്ച് സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ തന്നെയുണ്ട്. പിന്നീട് എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്, ആരൊക്കെയാണ് ഇതിന് ഒത്താശ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെയാണ് ഇനി അന്വേഷണം പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.